സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിൽ ഉന്നതരായിട്ടുള്ള SFI നേതാക്കളാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. SFIയുടെ ചുമതലയുള്ള ഉത്തരവാദപ്പെട്ട ആ നേതാക്കളാണ് പോലീസിന്റെ സഹായത്തോടുകൂടി ഇപ്പോൾ കാണാതായിരിക്കുന്നത് അല്ലെങ്കിൽ മുങ്ങിയിരിക്കുന്നത്. അവര് വെറും SFIക്കാർ മാത്രമല്ലാത്തത് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയോ സർക്കാരോ അവർക്കെതിരെ ഒരു നടപടി ശക്തിപ്പെടുത്താം. അവര് വെറും SFIക്കാർ മാത്രമല്ല, അവര് PFI ചേർന്ന SFI. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെല്ലാവരും SFI പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ക്യാമ്പസ് ഫ്രണ്ടുകാര് SFIയിൽ നുഴഞ്ഞു കയറി അവരുടെ സ്വാധീനത്തിലാണ് കേരളത്തിലെ SFI ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഈ ആരോപണം വെറുതെ പറയുന്നതല്ല. PFI നിരോധനത്തിന് മുമ്പ് തന്നെ ഇത് വളരെ പ്രകടമായിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ പേര് അവർ കൊടുത്തു. വെറുതെ കൊടുത്തതല്ല, ആ പേര് മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന നടപടികളാണ്. ഇതിനു മുമ്പ് മഹാരാജാസ് കോളേജിൽ SFI നേതാവായിരുന്ന പട്ടികജാതിക്കാരനായിരുന്ന അഭിമന്യു കൊല ചെയ്യപ്പെട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു, PFI പ്രവർത്തകരായിരുന്നു കൊലയാളികൾ. ആ ഘട്ടത്തിൽ CPM സ്വീകരിച്ച സമീപനം SFI നേതാവ് കൊല ചെയ്യപ്പെട്ടിട്ടും പ്രതികൾ PFI ആയതുകൊണ്ട് അവരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്.